ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2021 റിലീസായ ഒരു ചിത്രത്തിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നോക്കാം. ചിത്രം തുടങ്ങുമ്പോൾ കഥയിലെ ഹീറോയെയും ഹീറോയിനെയും കാണിക്കുന്നു. അവർ പ്രണയത്തിലാണ്. ഹീറോയിൻ്റെ അനിയത്തിക്ക് അവരുടെ പ്രണയത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം. ഹീറോയിൻ്റെ അച്ഛൻ അവളുടെ ഈ പ്രണയത്തെക്കുറിച്ച് അറിയാൻ ഇടയാകുന്നു. അയാൾ വളരെ ക്രൂരനായിരുന്നു. ഹീറോയിനെ പല രീതിയിൽ ഉപദ്രവിക്കാനും അയാൾ ശ്രമിക്കാറുണ്ട്. ഇതെല്ലാം സഹിച്ച് ഹീറോയിനും അനിയത്തിയും ആ വീട്ടിൽ കഴിയുന്നു. ഇതേ സമയം ഹീറോയ്ക്കൊരു ഭാര്യയും കുഞ്ഞും ഉള്ളതായി കാണിക്കുന്നു. അവനൊരു കൂട്ടുകുടുംബത്തിലാണ് താമസം. ഭാര്യ ഉണ്ടായിരിക്കെ തന്നെയാണ് അവൻ ഇപ്പോൾ ഹീറോയിനുമായുള്ള പ്രണയം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തുടർന്ന് അടുത്ത നാൾ ഹീറോ ബാറിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഒരു സമ്പന്നനായ ആളുമായി ഹീറോ തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുകയും അയാളുമായി അവൻ തർക്കത്തിലാവുകയും ചെയ്തു. തിരികെ വീട്ടിലെത്തിയ ഹീറോയെ അച്ഛൻ ഇത്തരം പ്രശ്നത്തിലൊക്കെ ചെന്ന് ചാടാതിരിക്കാനായി ഉപദേശിക്കാൻ തുടങ്ങി. അത് ഇഷ്ടപ്പെടാതെ അവൻ എഴുന്നേറ്റ് പോകുന്നു. തുടർന്ന് അടുത്ത ദിവസം ഹീറോയിന് അവൻ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുത്ത് അവളുമായി ഒരു ഒഴിഞ്ഞയിടത്ത് ഹീറോ റൊമാൻസ് ചെയ്യുന്നു. ശേഷം ഹീറോയുമായി ഉടക്കിയ ആ മുതലാളി അയാളുടെ കൂട്ടാളിയായ ഹീറോയിൻ്റെ അച്ഛനെയും കാണുകയും ആ കാര്യം പറയുകയും ചെയ്യുന്നു. അതോടെ തൊഴിലാളികളുടെ കൂലി പ്രശ്നമായി സംബന്ധിച്ച് അവർ ഒരു മീറ്റിംഗ് വയ്ക്കുന്നു. അവിടേക്ക് ഹീറോ ഇടിച്ചു കയറി ചെല്ലുകയും ഹീറോയിൻ്റെ അച്ഛനുമായി അവൻ സംസാരിക്കാനും ഇടയായി. നീ എൻ്റെ മകളെ പ്രണയിക്കുന്ന കാര്യം എനിക്കറിയാമെന്നും അത് ശരിയല്ല എന്നും അയാൾ ഹീറോയോട് പറയുന്നു. എന്നാൽ ഞാനിവിടെ വന്നത് തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കാനാണ്, അല്ലാതെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇവിടെ എടുക്കണ്ട എന്നും മാത്രമല്ല തൊഴിലാളികളുടെ കൂലിയുടെ വിഷയത്തിൽ ഇനിയും ബുദ്ധിമുട്ടിക്കരുതെന്നും ഹീറോ അയാളോട് പറഞ്ഞു. ശേഷം അയാളെ ഒന്ന് വിരട്ടിയ ഹീറോ അവിടെ നിന്നും പോകുന്നു. എന്നാൽ ഈ സമയം ഹീറോ അറിയാതെ അവൻ്റെ കൂട്ടാളികൾ ചേർന്ന് മുതലാളിമാരിൽ ഒരാളെ വണ്ടി തടഞ്ഞു നിർത്തി അയാളെ തല്ലി പരുവമാക്കുന്നു. ഈ സംഭവമൊന്നും അറിയാതെ ഹീറോ അന്ന് രാത്രി ഹീറോയിൻ്റെ വീട്ടിലേക്ക് കടന്നു കയറി അവളുമായി പരിപാടികളൊക്കെ നടത്തി. തുടർന്ന് അടുത്ത ദിവസം ഹീറോയിൻ വിവാഹത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് അച്ഛനോട് സംസാരിക്കാനായി തുനിഞ്ഞു. പക്ഷേ ഭയം കാരണം അവൾക്ക് പറയാൻ കഴിയുന്നില്ല. തുടർന്ന് തൊഴിലാളികളിൽ ഒരാളെ ഹീറോ അറിയാതെ കൈക്കൂലി കൊടുത്ത് വശത്താക്കാനായി ഹീറോയിൻ്റെ അച്ഛൻ ശ്രമിക്കുകയും വിജയിക്കുകയും ചെയ്തു. ശേഷം ഹീറോയുടെ ഭാര്യ ഹീറോയിനുമായുള്ള അവൻ്റെ ബന്ധത്തെക്കുറിച്ച് അറിയുന്നു. അതോടെ ഹീറോ ഭാര്യയെ ഒരു വിധത്തിൽ പറഞ്ഞ് സമാധാനപ്പെടുത്തി. അവളെ എനിക്ക് മറക്കാൻ പറ്റില്ല, അത് കാരണം നിന്നെ വേദനിപ്പിക്കാനും എനിക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഹീറോ രണ്ട് വെള്ളത്തിലും കാലുവെച്ച് യാത്ര പോകാൻ തന്നെ തീരുമാനിച്ചു. തുടർന്ന് ഹീറോയിനെയും കണ്ട ഹീറോ നമുക്ക് ഇങ്ങനെ പ്രേമിച്ച് നടന്നാൽ പോരാ, ഉടനെ വിവാഹം കഴിക്കണമെന്നും ഹീറോ അവളോട് പറയുന്നു. നീ എത്രയും വേഗം അച്ഛനോട് പറഞ്ഞ് സമ്മതം വാങ്ങാനായി ഹീറോ അവളോട് പറയുന്നു. അങ്ങനെ ഹീറോയിൻ അന്ന് രാത്രിയിൽ അച്ഛനോട് സംസാരിക്കാനായി ശ്രമിക്കുന്നു. പക്ഷേ അയാൾ ഇതിന് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അതോടെ ദേഷ്യം വന്ന ഹീറോയിൻ തൻ്റെ വേഷങ്ങളൊക്കെ മാറ്റി അയാൾക്ക് മുന്നിൽ നിന്ന് ഇതിനായിട്ടല്ലേ നിങ്ങൾ ഈ ബന്ധത്തിന് സമ്മതിക്കാത്തതെന്നും എൻ്റെ ശരീരത്തിന് വേണ്ടിയല്ലേ എന്നെ മറ്റാർക്കും വിവാഹം ചെയ്ത് കൊടുക്കാനായി സമ്മതിക്കാത്തതെന്നും ഹീറോയിൻ പറയുന്നു. അതൊക്കെ കേൾക്കുന്ന അയാൾ അപമാനത്താൽ തല കുനിക്കുന്നു. ശേഷം അനിയത്തി വന്ന് ഹീറോയിനെ കൂട്ടിക്കൊണ്ടുപോയി. അന്ന് രാത്രി മുഴുവൻ ഹീറോയിൻ വിഷമിക്കുകയും വിവരമറിഞ്ഞ ഹീറോയും രാവിലെ തന്നെ ഹീറോയിൻ്റെ അച്ഛനെ കാണാനായി പോവുകയും ചെയ്തു. പക്ഷേ ഹീറോയെ കണ്ട അയാൾ പിണക്കമൊക്കെ അവസാനിപ്പിച്ച മട്ടിൽ അഭിനയിച്ച അയാൾ അവനെ പിന്നിൽ നിന്നും ആക്രമിക്കുകയും ഹീറോയുടെ കഥ കഴിക്കുകയും ചെയ്യുന്നു. ശേഷം ഹീറോയുടെ കുതിരപ്പുറത്ത് തന്നെ അവൻ്റെ ശരീരം വീട്ടിലേക്ക് കയറ്റിവിടുകയും ചെയ്തു. ഇതറിഞ്ഞ ഹീറോയുടെ വീട്ടുകാർ അലറിക്കരഞ്ഞുകൊണ്ട് ഓടിയെത്തി. ഹീറോയിനും ഈ വാർത്ത സഹിക്കാൻ കഴിഞ്ഞില്ല. ശേഷം മറുനാട്ടിൽ ജോലി ചെയ്യുന്ന ഹീറോയുടെ ചേട്ടൻ ഈ വിവരം അറിയുന്നു. ഇതറിഞ്ഞ സങ്കടത്തിൽ ഉടനെ ലീവെടുത്ത അവൻ കാമുകിയോട് യാത്ര പറഞ്ഞ് നാട്ടിലേക്ക് പുറപ്പെട്ടു. ഈ സമയം കൈക്കൂലി കൊടുത്ത് കുറ്റമൊരു അപ്പാവിയുടെ തലയിൽ ഹീറോയിൻ്റെ അച്ഛൻ കെട്ടിവെച്ച് അയാൾ ഇതിൽ നിന്നും തലയുരുകയും ചെയ്യുന്നു. ശേഷം ഹീറോയുടെ ചേട്ടൻ എത്തുകയും മരണത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്തു. അത് കാണാനായി വീട്ടിൽ ബഹളമുണ്ടാക്കി ഹീറോയിനും എത്തുന്നു. ശേഷം എല്ലാം കഴിഞ്ഞ് അടുത്ത നാൾ ഹീറോയുടെ ചേട്ടൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും ഹീറോയുടെ കാര്യത്തെക്കുറിച്ച് തിരക്കുകയും ചെയ്യുന്നു. നിന്റെ അനിയനെ വകവരുത്തിയവനെ പിടികൂടിയിട്ടുണ്ടെന്നും ഇനി ഈ കേസിൽ വെറുതെ തലയിട്ട് നീ കുഴപ്പിക്കണ്ട എന്നും അവർ ഹീറോയുടെ ചേട്ടനോട് പറഞ്ഞു. സംഗതി ഏതോ പാവത്തിൻ്റെ തലയിൽ കെട്ടിവെച്ചതാണെന്നും യഥാർത്ഥ പ്രതി മറ്റാരോ ആണെന്നും ഹീറോയുടെ ചേട്ടൻ അതോടെ ബോധ്യമായി. ശേഷം വീട്ടിലെത്തിയ ചേട്ടൻ വീട്ടുകാരിൽ നിന്നും യഥാർത്ഥ പ്രതി ആരാണെന്നും അവരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന ധാരണയുള്ളതുകൊണ്ടാണ് പിടിക്കപ്പെടാത്തതെന്നും അറിയുന്നു. അതോടെ നിങ്ങൾ ആരെയാ ഉദ്ദേശിക്കുന്നതെന്ന് ഹീറോയുടെ ചേട്ടൻ എല്ലാവരോടും തിരക്കുന്നു. എന്നാൽ നമുക്കവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അവരൊക്കെ പണവും സ്വാധീനവും ഉള്ളവരാണെന്നും ഹീറോയുടെ അച്ഛൻ പറയുന്നു. ശേഷം ഹീറോയിൻ്റെ അച്ഛനാണ് തൻ്റെ അനിയൻ്റെ മരണത്തിന് കാരണമെന്നവൻ അറിയാനായി ഇടയായി. തുടർന്ന് അയാളെ കാണാനായി അവൻ പോകുന്നു. പക്ഷേ ഹീറോയിൻ്റെ ചേട്ടൻ അവൻ വരുന്നത് കണ്ടതോടെ ഹീറോയിൻ്റെ കൈയും മായും കെട്ടി ഒരു റൂമിൽ പൂട്ടിയിടുന്നു. അവൾ പുറത്തു വന്നാൽ സംഗതി കുഴയുമെന്ന് മനസ്സിലാക്കി അവൻ അങ്ങനെ മുൻകരുതൽ എടുക്കുന്നു. ശേഷം അവൻ ഹീറോയിൻ്റെ അച്ഛനെ കാണുന്നു. നിന്റെ അനിയൻ ഇവിടുത്തെ മുതലാളിമാരുമായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു.
അതിലാരെങ്കിലും ആയിരിക്കും അവനെ വകവരുത്തിയതെന്നും ഇനി ഇവിടെ അധികം നിന്നാൽ നിനക്കും അവൻ്റെ ഗതിയായിരിക്കുമെന്നും അയാൾ ഹീറോയുടെ ചേട്ടനോട് പറഞ്ഞു. എല്ലാം കേട്ട് നിന്ന അവൻ അവിടെ നിന്നും തിരികെ മടങ്ങി. തുടർന്ന് 2 ദിവസത്തിന് ശേഷം അവൻ തിരികെ ജോലിക്ക് പോകാനായി അവിടെ നിന്നും മടങ്ങി. ആരോടും പ്രതികാരം ചെയ്യാതെ അവൻ മടങ്ങിയതിൽ വീട്ടുകാർക്ക് ആശ്ചര്യമാകുന്നു. അവർക്ക് ചെറിയ വിഷമവും ഉണ്ടായി. പക്ഷേ പോകാനായി വണ്ടി കയറിയ ഹീറോയുടെ ചേട്ടൻ ഒരു ഫ്ലാഷ് ബാക്ക് ഓർമ്മിക്കുന്നതായി കാണിക്കുന്നു. ഹീറോയിൻ്റെ അച്ഛനുമായി സംസാരിച്ചതിൻ്റെ അടുത്ത നാൾ തന്നെ അവൻ അയാളെയും അയാളുടെ മകനെയും കോപം തീരെ തല്ലുകയും ഒടുവിൽ അവർ രണ്ടുപേരെയും വകവരുത്തുകയും ചെയ്യുന്നു. ഇതിനെല്ലാം ഹീറോയിനും അനിയത്തിയും അവന് കൂട്ടുനിൽക്കുകയും ചെയ്തു. ശേഷം ആരും അറിയാതെ അവരെ മറവ് ചെയ്യുകയും ചെയ്തിട്ടാണ് അവൻ തിരികെ പോയതെന്ന് കാണിക്കുന്നു. തുടർന്ന് ഹീറോയിൻ ഹീറോയുടെ ഓർമ്മകളിൽ വേട്ടയാടപ്പെടുന്നതായി കാണിക്കുന്നു. ഇതേ സമയം തിരികെ ജോലിക്ക് പോയ ഹീറോയുടെ ചേട്ടന് ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ അവൻ ഹീറോയിൻ്റെ അവസ്ഥയെയും കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. തൻ്റെ അനിയന് ഇഷ്ടപ്പെട്ട കുറ്റത്തിന് ഒരുപാട് അവൾ അനുഭവിച്ചുവെന്നും അതിനാൽ അവൾക്കൊരു ജീവിതം കൊടുക്കാനായി അവൻ തീരുമാനിച്ചു. അതോടെ കാമുകിക്കും ജോലിക്കും ഗുഡ് ബൈ പറഞ്ഞിട്ട് അവൻ നാട്ടിലേക്ക് തിരിച്ചെത്തി. തിരികെ എത്തി അച്ഛനോട് ഈ കാര്യം പറഞ്ഞ് സമ്മതം വാങ്ങിയ ശേഷം അവൻ ഹീറോയിനെ കാണാനായി പോകുന്നു. ഹീറോയിനെ വിവാഹം കഴിക്കാനായി അഭ്യർത്ഥന നടത്താനായി അവിടെ എത്തിയിട്ട് അവൻ അവളെ കാണാൻ കഴിയുന്നില്ല. ഹീറോയിൻ അവിടെ ഇല്ലായിരുന്നു. തുടർന്ന് അവളോട് പറയാനുള്ളത് അവനൊരു കത്തെഴുതി അറിയിക്കാൻ ശ്രമിക്കുന്നു. ആ കത്ത് കിട്ടുന്നതോടെ അത് വായിച്ച് ഹാപ്പിയായ ഹീറോയിൻ അവനെ കാണാനായി ഓടിയെത്തി. ആ സമയം ഹീറോയുടെ അതേ ഗെറ്റപ്പിൽ തന്നെ അവൻ ഹീറോയിൻ്റെ അടുത്തേക്കെത്തി. അതോടെ അവർ ഒന്നിക്കുകയും ഉടനെ അവരുടെ വിവാഹം നടക്കുകയും ചെയ്യുന്നു. അതോടെ ഈ ചിത്രം അവസാനിക്കുന്നു. ചിത്രത്തിൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ചിത്രം കാണാനായി ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ. ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.